നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വീട് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആണോ, ഇതിന്റെ കന്നിമൂലയിലോ ഈശാന കോണിലോ അഗ്നികോണിലോ ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ, സെപ്റ്റി ടാങ്ക് വന്നിട്ടുണ്ടോ, ഇതിന്റെ കിച്ചൺ എവിടെയാണ് നിൽക്കുന്നത്, ഇതിന്റെ സ്റ്റെയർ കേസ് എവിടെയാണ് നിൽക്കുന്നത്, ഇതിന്റെ കിണർ എവിടെയാണ് നിൽക്കുന്നത്, ഇതൊക്കെ വാസ്തുപ്രകാരം കറക്റ്റ് ആണോ, ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കണം. ഒരുപാട് ആൾക്കാർ പഴയ വീടുകൾ വാങ്ങിക്കുന്നുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് വാങ്ങിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു പുതിയ വീട് വെക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട സമയം, അതിൻ്റെ പുറകെ നടക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വാങ്ങിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ലാഭത്തിന് കിട്ടും, അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു വീട് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം ആൾക്കാരും ആ ഒരു വീട്ടിൽ താമസിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ടാണ് അവരത് വിൽക്കാനായിട്ട് നിൽക്കുന്നത്. എല്ലാവരും അത്തരക്കാരാണെന്ന് പറയുന്നില്ല. നമ്മൾ കണ്ടിട്ടുള്ളതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും എല്ലാ ആഗ്രഹങ്ങളോടും ആശകളോടും കൂടിയായിരിക്കും അവരൊരു വീട് വെച്ചത്. ആ വീട്ടിൽ അങ്ങോട്ട് കയറി കൂടുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരെ ബാധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വീട് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒന്ന് വാസ്തു നോക്കിയിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അടുത്ത സമയത്ത് ഒരാൾ ഒരു വീട് വാങ്ങിച്ചെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ലാഭത്തിലാണ് അവർക്ക് ആ വീട് കിട്ടിയത്. വീട് അവർ വാങ്ങിച്ച് അവരവിടെ താമസിച്ചു. അടുത്ത ഒരു 4-5 കൊല്ലത്തിനകത്ത് വെച്ച് തന്നെ ഇവർ വലിയ കടബാധ്യതയിലേക്ക് പോയി. അപ്പോൾ ഇവർ അന്വേഷിച്ചപ്പോൾ ഇവിടെ ആദ്യം 2 കൂട്ടർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് 2 കൂട്ടർക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ ഇവർക്ക് ലാഭത്തിൽ കിട്ടിയപ്പോൾ ഇവർ മറ്റു കാര്യങ്ങളൊന്നും നോക്കിയില്ല, ചാടിക്കയറി വീട് വാങ്ങിച്ചു. ഇവരിവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം കുറേശ്ശെ ഇവരുടെ ബാങ്ക് ബാലൻസും കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളും എല്ലാം വിറ്റ് തീർന്നു. ഇപ്പോൾ ഇവരും വലിയ ബാധ്യതയിലേക്ക് പോയി. അപ്പോൾ ഒരു വീടിന്റെ വാസ്തു അവിടെ താമസിക്കുന്നവരെ കാലാകാലങ്ങളായി ഒരുപക്ഷെ ബാധിച്ചെന്നിരിക്കും. എല്ലാ വീടും ഒന്നുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും നല്ലൊരു കൺസൾട്ടനെ കാണിച്ചിട്ട് വേണം വാങ്ങിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ലാഭത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ, അതായത് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദിക്കിനൊന്ന് കറക്റ്റ് ചെയ്യും. ഇപ്പോൾ കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണെങ്കിൽ കന്നിമൂല ഭാഗത്ത് ഒരു റൂം കൂടെ എടുക്കുകയോ, അതല്ലെന്നുണ്ടെങ്കിൽ കിച്ചന്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റുകയോ, അങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീട് എടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം. ഇപ്പൊ നിങ്ങൾ ഒരു പഴയ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1, ആ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആണോ, 2, ഇതിന്റെ കന്നിമൂലയിലോ ഈശാന കോണിലോ അഗ്നികോണിലോ ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ, 2, കന്നിമൂല ഭാഗത്തോ ഈശാന കോണിലോ അഗ്നികോണിലോ സെപ്റ്റി ടാങ്ക് വന്നിട്ടുണ്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കിച്ചൺ എവിടെയാണ് നിൽക്കുന്നത്, ഇതിന്റെ സ്റ്റെയർ കേസ് എവിടെയാണ് നിൽക്കുന്നത്, ഇതിന്റെ കിണർ എവിടെയാണ് നിൽക്കുന്നത്, ഇതൊക്കെ വാസ്തുപ്രകാരം കറക്റ്റ് ആണോ, ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കണം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആണോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ചില ഏരിയയിൽ ചില നെഗറ്റീവായിട്ടുള്ള എനർജികളൊക്കെ ഉണ്ടാവാം. ചില ഏരിയയിൽ ചെല്ലുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള വീടുകളെല്ലാം ഒരു ഒരു പുരോഗതി ഇല്ലാത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ആ ഒരു ഏരിയയിലുള്ള ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ പഴയ വീടുകൾ വാങ്ങിക്കാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഫംഗ്ഷയുടെ ചില ടൂളുകൾ നോക്കാം. ഒരു വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബാക്കോ മിറർ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. വാങ്ങിച്ച് പ്രധാന വാതിലിന്റെ മുകളിൽ സ്ഥാപിക്കാവുന്നതാണ്. ഒരു ബാക്കോ മിറർ വെക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫൂഡോക്സിന്റെ സിമ്പിൾസും കൂടെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിനാണ് ഫൂഡോക്സ് സിമ്പിൾസ്. അതിന്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് വെക്കാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പേര്, പ്രസിദ്ധി, അംഗീകാരം, വിജയങ്ങൾ ഉണ്ടാവാനായിട്ട് ഒന്നുകിൽ പ്രധാന ഡോറിൽ നിന്നും വീട്ടിലേക്ക് ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ വെക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ലിവിംഗ് റൂമിന്റെ സൗത്തിൽ വെക്കാം. അടുത്ത നമുക്ക് ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ടർക്കിഷ് ബ്ലൂ ഐകൾ നമുക്ക് വീട്ടിൽ സ്ഥാപിക്കാവുന്നതാണ്. മെയിൻ ഡോറിന് സമീപത്താണ് സ്ഥാപിക്കുന്നത്. മറ്റൊരാൾ നോക്കുമ്പോൾ കാണും വിധം സ്ഥാപിക്കണം. അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.